നമസ്കാരം. ഞാൻ ഡോക്ടർ സാജൻ, ഒരു ന്യൂറോളജിസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രായം ചെന്നാലും വലിയ കുഴപ്പമില്ലാതെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിലനിർത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. തലച്ചോറിന് വ്യായാമം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി പറയാം. ഒന്ന്, പുതിയ എന്തെങ്കിലും പഠിക്കുക. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പുതിയ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ റുട്ടീൻ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് അങ്ങനെ പോയാൽ പോരാ. പുതിയ ഭാഷ, ഒരു സംഗീതോപകരണം, പുതിയൊരു ഹോബി, എന്തെങ്കിലും കൈത്തൊഴിലുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. തലച്ചോറിനെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് മുരടിച്ചു. യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ്. ഉപയോഗിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്ന വചനം നിങ്ങൾ ഓർക്കുക. തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസും ചിന്തകളും കൂട്ടാനുള്ള ഗെയിമുകളും പസിലുകളും, സുഡോക്കു, ജിക്സോ പസില്, ക്രോസ് വേർഡ്സ്, ബ്രെയിൻ ട്രെയിനിങ് ഗെയിമുകൾ, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇവ നമ്മുടെ സ്വാഭാവികമായ നിരീക്ഷണ ശക്തിയും പ്രശ്ന പരിഹാര ശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുസ്തക വായനയും എഴുതലും. വായനയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ തീരെ ഇല്ലാതായിരിക്കും. കഴിയുന്നത്ര നിരന്തരമായി വായിക്കുക, അതും വിവിധ തരം വിഷയങ്ങൾ. വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സ്വയം അവലോകനം ചെയ്യുകയും വേണം. ഡയറി എഴുതുക. നിങ്ങളുടെ അനുഭവങ്ങളും കഥകളും എഴുതാൻ ശ്രമിക്കുക. ഇവ ഓർമ്മയും ഭാഷാശക്തിയും വർദ്ധിക്കും. ധ്യാനവും അതുപോലുള്ള കോൺസെൻട്രേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുക. മൈൻഡ്ഫുൾനെസ് ധ്യാനം വഴി നമ്മുടെ കോൺസെൻട്രേഷൻ, കാര്യക്ഷമത, മാനസിക സ്ഥിരത എന്നിവ മെച്ചപ്പെടുന്നു. ഇത്തരം ശീലങ്ങൾ മസ്തിഷ്ക മുരടിപ്പ് സംഭവിക്കാതെ തലച്ചോറിന് സംരക്ഷണം നൽകുന്നു. കണക്കുകൾ മനസ്സിൽ ചെയ്യൽ. നമ്മൾ കാൽക്കുലേറ്ററുകൾ ഉപയോഗിക്കാതെ ചെറിയ ചെറിയ കണക്കുകൾ മനസ്സിൽ ചെയ്യണം. തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഇത് സജീവമാക്കും. ഇത് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. സാമൂഹിക ഇടപെടൽ. എല്ലാ ദിവസവും നമ്മൾ കുറച്ച് പേരോടെങ്കിലും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ വേണം. സുഹൃത്തുക്കളെ വിളിക്കുകയും അവരെ കാണുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള സൗഹൃദങ്ങളും ചിന്തകളും തലച്ചോറിന് ശക്തി നൽകുന്നു. ചുറ്റുപാടുകളുമുള്ള വസ്തുക്കളെ നിരീക്ഷിച്ച് ഓർത്തു വയ്ക്കാം. ഉദാഹരണത്തിന്, ഒരു മുറിയിലെ ഏതാനും നിമിഷം നിന്ന് നിരീക്ഷിച്ച് അവിടേക്കുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് മനസ്സിലൊന്ന് കുറിച്ച് വയ്ക്കുക. അതിനുശേഷം അതെല്ലാം ഒന്ന് ഓർത്ത് പറയാൻ ശ്രമിക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് അത് ഒന്നുകൂടി ഓർക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിയെ അത് വർദ്ധിപ്പിക്കുന്നു. ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും തലച്ചോറിനായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം ദീർഘകാലം മെച്ചപ്പെട്ട നിലയിൽ തുടരുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യേന ശരീര വ്യായാമം ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു. കായ്ക്കറികൾ, പച്ചക്കറികൾ, മത്സ്യം, ഒലീവ് ഓയിൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭക്ഷണ രീതി തലച്ചോറിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കും. അലസമായ ജീവിതം, പുകവലി, മദ്യപാനം, നിയന്ത്രിക്കാത്ത രക്തസമ്മർദ്ദം, ഇവയെല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനക്കുറവിന് കാരണമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ഓർമ്മയും ബുദ്ധിശക്തിയും സംരക്ഷിക്കാൻ സാധിക്കും. പ്രായമാകുന്നത് നമുക്ക് തടയാൻ കഴിയില്ല. എന്നാൽ ശരിയായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയും. ഇന്ന് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. നാളെ നമുക്കിതിൻ്റെ ഗുണം തീർച്ചയായും ലഭിക്കും.